ഇടതുപക്ഷങ്ങളുടെ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വർഗശത്രു ആരാണ്? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രത്യേകിച്ചും CPMൻ്റെ വർഗശത്രു? ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വർഗശത്രുവായി കണ്ടിരുന്നത് ദേശീയ ബൂർഷ്വാസിയാണ്. അക്കാലത്ത് ഉയർത്തിരുന്ന മുദ്രാവാക്യങ്ങളിൽ ടാറ്റയും ബർലയും അമേരിക്കൻ സാമ്രാജ്യത്വവും ഒക്കെ നിറഞ്ഞു വന്നിരുന്നു. അത്തരം മുദ്രാവാക്യങ്ങളാണ് പതിറ്റാണ്ടുകളോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുഴക്കിയിരുന്നത്. മാറിയ സാഹചര്യത്തിൽ രാജ്യം ഭരിക്കുന്ന ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP വർഗശത്രുവല്ല. അതുപോലെ BJPയുമായി കൈകോർത്തുകൊണ്ട് രാജ്യത്തിൻ്റെ എല്ലാ സമ്പത്തും കൊള്ളയടിക്കുന്ന അദാനിയും അംബാനിയും വർഗശത്രുക്കളല്ല. ഒരു കാലത്ത് ടാറ്റയ്ക്കും ബെർലയ്ക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കിയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ന് അദാനിക്കെതിരെയോ അംബാനിക്കെതിരെയോ മുദ്രാവാക്യം മുഴക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുമായി ചങ്ങാത്ത മുതലാളിത്വത്തിൽ ഏർപ്പെടുകയുമാണ്. രാജ്യത്തിൻ്റെ ആകാശവും കടലും ഭൂമിയും എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് അദാനിയും അംബാനിയും വളർന്നിട്ടും അത്തരം സാമ്രാജ്യത്വ ശക്തികളുമായി സന്ധി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഇടതുപക്ഷ പാർട്ടികൾക്ക് മാറാൻ കഴിയുക? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PB അംഗങ്ങളായ A വിജയരാഘവനും MA ബേബിയുമെല്ലാം വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കേരളത്തിലുള്ള മത്സരവും വയനാട്ടിൽ നിന്ന് നേടിയ അഭൂതപൂർവമായ ഭൂരിപക്ഷവുമാണ്. അവർ പറയുന്നത് വർഗീയതയുമായി കൂട്ടുപിടിച്ചാണ് രാഹുലും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ഇത്രയും ഭൂരിപക്ഷം നേടിയതെന്നാണ്. പോൾ ചെയ്യപ്പെട്ട വോട്ടിൻ്റെ 65% വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷത്തോളം വോട്ടിന് വിജയിച്ചത്. നേരത്തെ രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ 65% വോട്ട് നേടിക്കൊണ്ടാണ് വിജയിച്ചത്. കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ചും വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ ജനങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് പറയുന്നതിന് തുല്യമാണ് CPMൻ്റെ ഈ നിലപാട്. അപ്പോൾ ശത്രുതയാവാം, പക്ഷേ കണ്ണടച്ചുള്ള ശത്രുത, അതിന് ന്യായീകരണങ്ങളില്ല. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവർക്ക് വർഗശത്രുക്കളായി മാറുന്നത്? അതേസമയം എന്തുകൊണ്ടാണ് ഇവർ മോദിക്കെതിരെയും അദാനിക്കെതിരെയും അംബാനിക്കെതിരെയും ശക്തമായ ഭാഷയിൽ സംസാരിക്കാത്തത്? അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യ ശക്തികളെക്കുറിച്ച് ഇവർക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല. പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സംസാരിച്ചു തുടങ്ങുന്നത് ലോകത്തെക്കുറിച്ചാണ്, റഷ്യയെക്കുറിച്ചാണ്, ചൈനയെക്കുറിച്ചാണ്. 2 മണിക്കൂർ നീളുന്ന പ്രസംഗത്തിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കും അവർ രാജ്യത്ത് ഇന്ത്യയിലേക്കും കൊച്ചു കേരളത്തിലേക്കും വരിക. ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇന്നവർ സാർവദേശീയ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം, ദേശീയ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം സംസ്ഥാനത്തെ രാഷ്ട്രീയം, പ്രത്യേകിച്ചും വയനാട്ടിലെ ഒരു മണ്ഡലത്തിലെ രാഷ്ട്രീയം മാത്രം സംസാരിക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ കൊടികൾ കാണിച്ചുകൊണ്ട് മോദിയും അമിത്ഷായും പറഞ്ഞത് പാകിസ്ഥാൻ കൊടി പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്നു, വോട്ട് ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ BJP ഉയർത്തിയ ആ മുദ്രാവാക്യത്തിന് സമാനമായ ഒരു ആക്ഷേപമാണ്, വിമർശനമാണ് ഇപ്പോൾ PB അംഗമായ A വിജയരാഘവനും MA ബേബിയും എല്ലാം നടത്തുന്നത്. ഈ പറഞ്ഞ ആളുകളാരും നിസ്സാരക്കാരല്ല. ഭാവി മുഖ്യമന്ത്രിമാരാകാൻ പോലും യോഗ്യതയുള്ള തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് A വിജയരാഘവനായാലും ബേബി ആയാലും. വിദ്യാഭ്യാസത്തിലും ലോകപരിചയത്തിലും എല്ലാം തന്നെ മുന്നിൽ നിൽക്കുന്ന EMSനോടും AKGയോടും ഒക്കെ സഞ്ചരിക്കുകയും അവരുടെ പിൻഗാമികളായി വളർന്നു വരികയും കമ്മ്യൂണിസ്റ്റുകാർക്ക്, അണികൾക്ക് വലിയ പ്രതീക്ഷ നൽകുകയും ചെയ്ത നേതാക്കളാണ്.
എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഇപ്പോൾ ഇത്രയും ഇടുങ്ങിയ നിലയിൽ ചിന്തിക്കുന്നത്? ഇസ്ലാമോ ഫോബിയ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് മുസ്ലിം നാമധാരികളോടും മുസ്ലിം പ്രദേശങ്ങളോടും മുസ്ലിം പാർട്ടികളോടും എല്ലാം കാണിക്കുന്നത്. ഒരു കാലത്ത് RSS വരുന്നേ എന്ന് പേടിപ്പിച്ച് അവസാനം RSSും BJPയും ഇന്ത്യ ഭരിക്കുന്ന അവസ്ഥയിലേക്കെത്തി. ഇപ്പോൾ അത് മാറി വർഗീയ ശക്തികൾ വരുന്നേ, മുസ്ലിങ്ങൾ രാജ്യം ഭരിക്കും എന്നുള്ള പേടിപ്പെടുത്തുന്ന ഒരു പ്രചരണം നടത്തി ഭൂരിപക്ഷ വർഗീയതയുടെ പിന്തുണ നേടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷേ എന്നു മുതലാണ് ഇവർക്ക് ഈ മാറ്റം വന്നത്? കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഏറ്റപ്പോഴാണ് ഭൂരിപക്ഷ വർഗീയതയെ BJP സ്വാധീനിക്കുന്നു, CPMന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും അടിത്തറയായ പിന്നോക്ക സമുദായങ്ങൾ ഇടതുപക്ഷത്തെ കൈവിടുന്നു എന്ന ആശങ്കയിൽ നിന്നാണ് വളരെ കാലമായി ന്യൂനപക്ഷങ്ങളോട് അടുപ്പവും സ്നേഹവും എല്ലാം പുലർത്തിയിരുന്ന ഇടതുപക്ഷം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ അകറ്റി നിർത്താനും അവരെ വർഗീയവാദികളായി ചിത്രീകരിക്കാനും ശ്രമിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെയും മറ്റും വോട്ട് നേടിയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും 65% വോട്ട് നേടിയതെന്ന് പറഞ്ഞാൽ അവരാണോ കേരളത്തിലെ പ്രബലമായ ശക്തികൾ? അതുപോലെ കോൺഗ്രസ് ജയിച്ച മറ്റ് 17 മണ്ഡലങ്ങളിലും എന്തുകൊണ്ടാണ് ഈ ആരോപണം ഇവർ ഉന്നയിക്കാത്തത്? ശശി തരൂർ ജയിച്ച തിരുവനന്തപുരമോ, അടൂർ പ്രകാശ് ജയിച്ച ആറ്റിങ്ങലോ, വേണുഗോപാൽ ജയിച്ച ആലപ്പുഴയോ ഒന്നും ഈ പ്രതിഭാസമില്ലേ? അവിടെയൊന്നും മുസ്ലിങ്ങളില്ലേ? അപ്പോൾ മലപ്പുറവും കോഴിക്കോടും കാസർഗോഡും വയനാടും ഒക്കെ ഉൾപ്പെടെയുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മാത്രമാണോ വർഗീയവാദികളുടെ തട്ടകങ്ങൾ? ഇങ്ങനെ ജാതി തിരിച്ച് കളം വരച്ച് മനുഷ്യരെ അതിനകത്ത് കാണുന്ന, അവരുടെ ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൻ്റെയും വ്യത്യാസത്തിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളം മാറുന്നത് ലജ്ജാവഹമാണ്. ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന സ്വപ്നവുമായി രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക്, പാർലമെന്ററി സംവിധാനത്തിലേക്ക് കടന്നു വന്നതോടുകൂടിയാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. പക്ഷേ EMSന്റെയും VSന്റെയും EK നയനാരുടെയും എല്ലാം കാലത്ത് എന്തു പറഞ്ഞാലും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കളും ജനകീയ ബന്ധമുള്ള നേതൃത്വവും CPMനുണ്ടായിരുന്നു. ഇന്ന് അതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. PB അംഗങ്ങളായാലും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായാലും സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായാലും ജനങ്ങളുമായിട്ടുള്ള ഇവരുടെ ബന്ധത്തിന് കുറവ് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ബംഗാളിലെയും ത്രിപുരയിലെയും പരാജയത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അകന്നുപോയി? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസുകൾ പോലും BJPയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ആഫീസുകളായി മാറി, ത്രിപുരയിൽ BJP ആഫീസുകളായി മാറി എന്ന് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ പാഠങ്ങളിൽ നിന്ന് പഠിക്കുക. എത്രയോ കാലം മുമ്പ് ബംഗാളിലെ ഫൈനാൻസ് മന്ത്രിയായിരുന്ന ഡോക്ടർ അശോക് മിത്ര ഈ അപജയങ്ങളെക്കുറിച്ച്, ഈ ആശയപരമായ തകർച്ചയെക്കുറിച്ച്, വ്യതിയാനങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും വർഗശത്രു ആരാണെന്ന കാര്യത്തിൽ വരാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിലെങ്കിലും CPM ഒരു തീരുമാനത്തിലെത്തട്ടെ. യെച്ചൂരി ജീവിച്ചിരുന്നപ്പോൾ യെച്ചൂരി പറഞ്ഞിരുന്നു മുഖ്യശത്രു BJP തന്നെ. അപ്പോഴും പ്രകാശ് കാരാട്ട് പറഞ്ഞിരുന്നത് മുഖ്യശത്രു കോൺഗ്രസ് ആണെന്നാണ്. ആ തർക്കം ഇപ്പോഴെങ്കിലും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? മുഖ്യശത്രു BJP ആണോ കോൺഗ്രസ് ആണോ? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അത്രയ്ക്ക് വെറുക്കപ്പെടേണ്ട നേതാക്കളാണോ? ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുകയും BJPക്കെതിരെ ജനാധിപത്യ ശക്തികളെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഏക ദേശീയ പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഇവർ നടത്തുന്ന വർഗീയ പ്രചരണം, ഇസ്ലാമോഫോബിയ, ഏത് അർത്ഥത്തിലും തെറ്റായ രാഷ്ട്രീയമാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയമല്ല.